ഇന്ന് എൻ്റെ മോളുടെ ഡാൻസാണ് കേട്ടോ. സ്കൂളിൽ കലോത്സവം നടക്കുകയാണ്. അപ്പം ഇന്ന് ഫോക്ക് ഡാൻസിന് അവളുണ്ട്. ഇന്ന് ആകെ ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു. കാരണം വേറെ ഒന്നല്ല, അവൾക്ക് പനിയായിരുന്നു. തലേദിവസം വരെ നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് മുഖമൊക്കെ അങ്ങനെ ഇരിക്കണത്. പക്ഷേ ആൾ പിറ്റേ ദിവസം ആകുമ്പോൾ കളിക്കാൻ പറ്റുമോ പറ്റില്ല എന്നൊരു ഇതിലായിരുന്നു. കാരണം അത്ര പനിയായിരുന്നു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ്, അതായത് ഇന്ന് എഴുന്നേറ്റ് മരുന്നൊക്കെ കൊടുത്ത് ആൾ റെഡിയായി. ആൾക്ക് കളിക്കണം നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ലാണ്ട് അവൾ നന്നായി കളിച്ചു കേട്ടോ. ഇത് ഞാൻ തന്നെ പഠിപ്പിച്ചതാണ്, അല്ലാണ്ട് പുറത്ത് പോയി പഠിച്ചതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ കുറേ നാൾ മുമ്പ് തന്നെ ആൾ പഠിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു അത് കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് കയറുന്നതാണ് കേട്ടോ ഫോക്ക് ഡാൻസിനായിട്ട്. അപ്പോൾ അതൊന്നും ആ ഒരു പേടിയൊന്നും ആൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പനിയായിരുന്നല്ലോ, പനി ആയ കാരണം ആൾക്ക് ഉഷാറിൽ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ ആൾ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കളിച്ചു. ആൾക്ക് തേർഡാണ് കിട്ടിയത്. പക്ഷേ സമ്മാനത്തിലൊന്നല്ല, ഒന്ന് കളിച്ച് അവളുടെ ആ സ്റ്റേജിൽ നിൽക്കണ ആ ഒരു പേടിയും അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാലും തേർഡ് കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ആൾ തേർഡ് പ്രൈസൊക്കെ മേടിച്ച് വന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമൊക്കെ ആയി കേട്ടോ. എല്ലാവർക്കും സന്തോഷമായി. കാരണം സ്കൂൾ തുറന്ന സമയത്ത് തന്നെ ആൾ യൂട്യൂബൊക്കെ നോക്കി തപ്പി പിടിച്ച് ആൾ തന്നെ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റൊക്കെ കാണിച്ച സമയമായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അതൊക്കെ പോയി എന്നൊരു ചിന്തയിലായിരുന്നു ആൾ. കാരണം പനിയായി, ആളാകെ തളർന്നു, ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അതിനൊക്കെ ആൾ എന്താ പറയുക, ആൾക്ക് കളിക്കണം എന്നൊരു ഇതിൽ ആൾ പിറ്റേ ദിവസം നല്ല എന്നിട്ട് സ്മാർട്ടായിട്ട് വന്നു. ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.